ലോക കേരള സഭയുടെ 5 സമ്മേളനങ്ങൾക്കായി സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 5.24 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. ആദ്യ 3 സമ്മേളനങ്ങൾക്കായി മാത്രം 4.4 കോടി രൂപ ചെലവായി. അവസാന 2 സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ വർദ്ധിച്ചിട്ടും ചെലവ് കാര്യമായി കുറഞ്ഞു. പി ശ്രീരാമകൃഷ്ണൻ കൈപ്പറ്റിയത് 9.9 ലക്ഷം രൂപയെന്നും വിവരാവകാശ രേഖ. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുകയാണ്. സരീഷ്, മുൻ സർക്കാരിനെ വലിയ തരത്തിൽ ധൂർത്ത് ആരോപണത്തിൽ വലച്ചതാണ് ലോക കേരള സഭ. അതിന്റെ ചെലവ് കണക്കുകളാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത്. എന്താണ് വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? പ്രവാസികളുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ ഈ സംസ്ഥാന സർക്കാരുമായി ഒപ്പം തന്നെ അവരുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി അസോസിയേറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 തവണ ലോക കേരള സഭ സംഘടിപ്പിച്ചത്. ആ ലോക കേരള സഭ എന്ന പരിപാടി ചില വർഷങ്ങളിൽ 2 ദിവസമായിരുന്നു, ചില വർഷങ്ങളിൽ 3 ദിവസമായിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ച പരിപാടിക്ക് വേണ്ടി മാത്രം 5 കോടി രൂപയിലേറെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകളായി പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പക്ഷേ 5 കോടി ചിലവാക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ അതിൽ എന്താണ് ഗുണം എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് വരുന്നത്. എന്തായാലും നിലവിൽ കണക്കുകൾ പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്. 2018 ആദ്യം ഈ ലോക കേരള സഭ നടക്കുന്നത്. അന്ന് 2 ദിവസമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 196 പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് ചിലവഴിച്ചത് 2,03,21,861 രൂപയാണ്. അതായത് ആദ്യ പരിപാടിക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചത് 2 കോടി രൂപയിലേറെയാണ്. അതിനുശേഷം 2020 അന്ന് 3 ദിവസത്തെ പരിപാടിയായിരുന്നു. 249 പേർ. ആദ്യഘട്ടത്തിൽ 196 ആയിരുന്നെങ്കിൽ പിന്നീട് 50 പേരോളം വർദ്ധിക്കുന്നു. അങ്ങനെ 246 പേർ പങ്കെടുത്തപ്പോൾ ചിലവ് 1,21,00,000 കുറയുന്നു എന്നുള്ളതാണ്. അതായത് ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ദിവസം വർദ്ധിക്കുന്നു, പക്ഷേ ചിലവ് കുറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ 2020 1,21,68,733 രൂപ അവർക്കായി ചിലവഴിക്കുന്നു. 2022 എത്തുമ്പോൾ 3 ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 290 പേർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവിടെ ചിലവ് 1,14,49,533 രൂപയാണ്. പിന്നീട് വീണ്ടും 2 വർഷം കഴിയുന്നു. 2024 2 ദിവസമാണ് ആ പരിപാടി നടന്നത്. 284 പേരാണ് അന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് പക്ഷേ ചിലവായത് ഇത്രത്തോളം കോടികളല്ല, പകരം 37,86,691 രൂപ മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയ തുക ആദ്യഘട്ടത്തിൽ വന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ 2026 എത്തിയാൽ ഏറ്റവും അവസാനത്തെ ലോക കേരള സഭ, അതും 3 ദിവസം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. അന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത്.